കോക്രോച്ച് ജനതാ പാർട്ടി രാജ്യസുരക്ഷയ്ക്ക് വൻ ഭീഷണിയെന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ട്. ഡിജിറ്റൽ ഇടങ്ങളിലൂടെ വിഘടനവാദവും ദേശവിരുദ്ധ ഉള്ളടക്കങ്ങളും പ്രചരിപ്പിക്കാൻ ഗൂഢശ്രമം, യുവാക്കളെ തെറ്റിദ്ധരിപ്പിച്ച് അരാജകത്വം സൃഷ്ടിക്കാൻ അന്താരാഷ്ട്ര ബന്ധമുള്ള ദേശവിരുദ്ധ ശക്തികൾ പിന്നിലുണ്ടെന്ന സംശയം. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി എസ് നന്ദഗോപൻ ചേരുന്നു ന്യൂഡൽഹിയിൽ നിന്ന്. നന്ദഗോപൻ, നോക്കൂ, നേരത്തെയും ഇതുപോലുള്ള ചില പ്രസ്ഥാനങ്ങളുടെ മൂവ്മെൻറ്റുകളുടെ ഇടപെടലുകൾ ഉണ്ടായിരുന്നു. അതായത് രാജ്യ സുരക്ഷയ്ക്ക് വിഘാതം സൃഷ്ടിക്കുന്ന തരത്തിൽ, രാജ്യസുരക്ഷ തകർക്കുന്ന തരത്തിലുള്ള ഇടപെടലുകളുമായി അതിന് ഡീപ് സ്റ്റേറ്റിൻ്റെയൊക്കെ സഹായം ഉണ്ടായിരുന്നു. അതൊക്കെ ഏകദേശം കണ്ടെത്തിയതും ആണ്. ഇപ്പോഴിതാ CJP എന്ന പേരിൽ പുതിയൊരു മൂവ്മെൻറ്റ്, ഒരു പ്രസ്ഥാനം. ഇത് നിയന്ത്രിക്കുന്നത് പുറത്തു നിന്ന ഒരു ഇന്ത്യക്കാരൻ ആണ്. എന്തായാലും ഇൻ്റലിജൻസ് ബ്യൂറോയുടെ കണ്ടെത്തലിൽ, ഇൻ്റലിജൻസ് ബ്യൂറോയുടെ റിപ്പോർട്ടിൽ ഇവരുടെ ഉദ്ദേശവും, ഈ CJPയുടെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഉദ്ദേശവും രാജ്യത്തിൻ്റെ സുരക്ഷ അത് തകർക്കുക എന്നുള്ളതാണ്, ഐക്യവും അഖണ്ഡതയും തകർക്കുക എന്നുള്ളതാണ്. IBയുടെ കൂടുതൽ കണ്ടെത്തലുകൾ എന്തൊക്കെയാണ്? റിപ്പോർട്ടിലെ ഉള്ളടക്കം എന്താണ്? നന്ദഗോപൻ. അനിൽ നമ്പ്യാർ, കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗമായ ഇൻ്റലിജൻസ് ബ്യൂറോ ഈ കോക്രോച്ച് ജനതാ പാർട്ടിക്കെതിരെ വളരെ ഗൂഢമായ, അല്ലെങ്കിൽ വളരെ കൃത്യമായൊരു റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ്. ആ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ഇവർക്ക് ഗൂഢലക്ഷ്യങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇവർക്ക് വിദേശത്ത് നിന്നടക്കം ചില സാമ്പത്തിക സ്രോതസ്സ് ലഭ്യമാകുന്നുണ്ട് എന്നുള്ള സൂചനകളും ഇതിൽ ലഭ്യമാകുന്നു, അല്ലെങ്കിൽ ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു എന്നുള്ളതാണ്. അതായത് കേവലം ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു എൻ്റർടൈൻമെൻറ്റ് എന്ന നിലയിലല്ല ഈ സോഷ്യൽ മീഡിയയിലും മറ്റും ഇത്തരമൊരു CJP എന്നുള്ള ആശയത്തോടു കൂടി, അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം, അല്ലെങ്കിൽ അത്തരത്തിലൊരു അക്കൗണ്ട് രൂപീകരിച്ചത് എന്നുള്ളതാണ്. ഇതിന് പിന്നിൽ കൃത്യമായ ഗൂഢ ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ളതാണ് ഇൻ്റലിജൻസ് ബ്യൂറോ വ്യക്തമാക്കുന്നത്. ആ ലക്ഷ്യം എന്നുള്ളത് രാജ്യത്തിൻ്റെ പരമാധികാരം, അഖണ്ഡതയൊക്കെ തകർക്കുക എന്നുള്ളതാണ്. മാത്രമല്ല, രാജ്യത്തിൻ്റെ മറ്റ് ഭരണഘടനാ പ്രസ്ഥാനങ്ങൾക്കെതിരെയൊക്കെ തന്നെ യുവാക്കളെ രംഗത്തിറക്കുക എന്നുള്ള ലക്ഷ്യവും ഇവർക്കുണ്ട് എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇതിൽ BJPയുടെ ചില ചിഹ്നങ്ങൾക്ക്, അല്ലെങ്കിൽ BJPയുടെ ചില ദേശീയ ചിഹ്നങ്ങളൊക്കെ, അത്തരം ചിഹ്നങ്ങൾ എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ചിഹ്നങ്ങൾ ഇവർ കൃത്യമായി ഉപയോഗിക്കുന്നു. അത് കൃത്യമായ ഗൂഢ ലക്ഷ്യം അതിന് പിന്നിലുണ്ട് എന്നുള്ളതാണ് ഇവർ വ്യക്തമാക്കുന്നത്. ഇതിനപ്പുറത്തേക്ക് ഇതിൽ കൂടുതലായി സമൂഹ മാധ്യമങ്ങളിൽ ഈ CJPയുടെ അക്കൗണ്ടിലേക്ക് അംഗമായവരിൽ കൂടുതൽ പേരും പാകിസ്ഥാൻ, ബംഗ്ലാദേശിൽ നിന്നുമുള്ളൊക്കെ ആൾക്കാരാണ് എന്നുള്ളതും ഇൻ്റലിജൻസ് ബ്യൂറോ വ്യക്തമാക്കുന്നു. ഇവർ ഈ നീറ്റ് പരീക്ഷയടക്കമുള്ള ചില വിഷയങ്ങളിൽ, നീറ്റ് പരീക്ഷയുടെ വിവാദങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ യുവാക്കളെ തെരുവിലിറക്കിക്കൊണ്ട് ഭരണഘടനാ പ്രസ്ഥാനങ്ങൾക്കെതിരെ, അല്ലെങ്കിൽ ഭരണഘടനാ സ്ഥാപനങ്ങൾക്കെതിരെ വലിയ രീതിയിൽ വെല്ലുവിളി ഉയർത്തുന്നു, സർക്കാരിനെതിരെ വെല്ലുവിളി ഉയർത്തുന്നു, സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ്. അത്തരം ശ്രമങ്ങൾക്ക് പിന്നിൽ വിദേശ ശക്തികളുടെ ബന്ധമുണ്ടോ എന്നുള്ളതും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇൻ്റലിജൻസ് ബ്യൂറോ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ചാലക ശക്തി എന്നുള്ളത് നേരത്തെ ആം ആദ്മി പാർട്ടിയുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റായിട്ടുള്ള ദീപക്കയാണ്. ദീപക്കയ്ക്ക് വളരെ കൃത്യമായ ഗൂഢലക്ഷ്യം ഇതിന് പിന്നിലുണ്ട് എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും പോലെയുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ സോഷ്യൽ മീഡിയ സ്ട്രാറ്റജിസ്റ്റുകളൊക്കെ ഇതിനെ കൃത്യമായി സപ്പോർട്ട് ചെയ്യുന്നു. ഈ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഇതിൽ കൃത്യമായൊരു ലക്ഷ്യം ഉണ്ട് എന്നുള്ളതും ഇൻ്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ഏതായാലും ഇതിന് പിന്നിൽ ദുരുദ്ദേശമുണ്ട് എന്നുള്ളതാണ്. സതുദ്ദേശത്തോടു കൂടിയല്ല ഇത്തരമൊരു CJP എന്നുള്ള സോഷ്യൽ മീഡിയയിൽ ഇത്തരമൊരു പ്രസ്ഥാനം രൂപപ്പെട്ടത് എന്നുള്ളതാണ് രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്പ്യാർ. യെസ്, കോക്രോച്ച് ജനതാ പാർട്ടി രാജ്യസുരക്ഷയ്ക്ക് വൻ ഭീഷണി എന്ന് ഇൻ്റലിജൻസ് ബ്യൂറോയുടെ റിപ്പോർട്ട്. ഡിജിറ്റൽ ഇടങ്ങളിലൂടെ വിഘടനവാദവും ദേശവിരുദ്ധ ഉള്ളടക്കങ്ങളും പ്രചരിപ്പിക്കാൻ ഗൂഢശ്രമം നടക്കുന്നുണ്ടെന്നും IBയുടെ കണ്ടെത്തൽ, യുവാക്കളെ തെറ്റിദ്ധരിപ്പിച്ച് അരാജകത്വം സൃഷ്ടിക്കാൻ അന്താരാഷ്ട്ര ബന്ധമുള്ള ദേശവിരുദ്ധ ശക്തികൾ പിന്നിലുണ്ടെന്ന് സംശയിക്കുന്നു. എസ് നന്ദഗോപനാണ് ഡൽഹിയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്.